ഞാനെന്താ ഇത് പറഞ്ഞേ? ഞാൻ പറയാം, ഞാൻ എന്റെ മോളെയും കൂട്ടിട്ടാണ്ടാ വന്ന് നാണച്ചിൽ തല്ലാൻ വന്നിക്ക. ചെരുപ്പ് ഈ ലിഫ്റ്റിന്റെ ഉള്ളിലാ കുടുങ്ങി. ഇതാ പോന്ന് കേറി വരുമ്പോളെ വീഡിയോ എടുത്തിട്ടാ പോന്ന്. ഓക്കെ, ഹൈലൈറ്റ് മാളില് പിതാവും മകളും കൂടെ എസ്കലേറ്ററിൽ പോകുന്ന സമയത്ത് ആ കുട്ടിയുടെ കാല് ആ ഒരു എസ്കലേറ്ററിനുള്ളിൽ കുടുങ്ങുന്നു. ഷൂവിന്റെ പകുതി ഭാഗം അങ്ങ് മുറിഞ്ഞു പോയിട്ടുണ്ട്. അത് ചോദ്യം ചെയ്തതിന് ആ പിതാവിനെ ആ ഒരു പെൺകുട്ടിയുടെ മുന്നിലിട്ട് മർദ്ദിക്കുകയും അവരുടെ മൊബൈൽ ഫോൺ പിടിച്ച് പറക്കുകയും മൊബൈൽ ഫോൺ തിരിച്ച് ചോദിച്ചപ്പോൾ അത് പൊളിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു നീല ഷർട്ട് ഇട്ടിട്ടുള്ള ഒരാളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സെക്യൂരിറ്റി വിങ്ങിലുള്ള ആളാണ്. ആ സെക്യൂരിറ്റി വിങ്ങിലുള്ള ആളാണ് ഈ വൃത്തികേടുകളൊക്കെ കാണിച്ചിട്ടുള്ളത്. അതായത് ഗുണ്ടകളെയാണോ ഹൈലൈറ്റ് മാളിൽ സെക്യൂരിറ്റി വിങ്ങിൽ നിർത്തുന്നത് എന്നാണ് എന്റെ ചോദ്യം. എസ്കലേറ്ററിൽ എന്തെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ ഓഫ് ആവണം. ഓഫ് ആവാതെ അത് അകത്തോട്ട് പോയി. ആ കുട്ടിയുടെ കാല് നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യമായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് അതൊക്കെ രക്ഷപ്പെട്ടായിരുന്നു മാറുന്നത്. ഓക്കെ, ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. തെറ്റാരുടെ ഭാഗത്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കൂ. ഞാനെന്താ ഇത് പറഞ്ഞേ? ഞാൻ പറയാം, ഞാൻ എന്റെ മോളെയും കൂട്ടിട്ടാണ്ടാ വന്ന് നാണച്ചിൽ തല്ലാൻ വന്നിക്ക. ഞാൻ അയാളെ മേലെ തൊട്ടില്ല. ഞാൻ അയാളെ മേലെ തൊട്ടില്ല. പബ്ലിക്കിന് അത് കൺട്രോൾ, ഹൈലൈറ്റ് മാളിന്റെ കൺട്രോൾ റൂമാ. റൗഡിയോ നടത്തി എന്റെ വീഡിയോ എടുക്കൂ. വീഡിയോ എടുക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചൂടായ ഒരാളില്ലേ, ആ നീല ഷർട്ട് ഇട്ട ആളെ ഒന്ന് നോക്കുക. നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട്. ജനങ്ങൾക്ക് ഗുണമുള്ള രീതിയിൽ അത് ഉപയോഗിക്കണം മിസ്റ്റർ മണകുണാഞ്ചൻ. ഇത് വേറെ വാക്കുകൾ ഉപയോഗിക്കാൻ അറിയാനിട്ടല്ല. അദ്ദേഹത്തിന്റെ മകളുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. വെറുതെ വന്ന് തല്ലുണ്ടാക്കുന്ന ആളുകളല്ല. അവര് ചോദ്യം ചെയ്യാൻ വരുന്നത് കൃത്യമായ കാര്യങ്ങളാണ്. കാലങ്ങ് നഷ്ടപ്പെട്ട നീയൊക്കെ എന്താ നീ പറയാ? അവിടെ ആണുങ്ങളില്ലാത്തത് കൊണ്ട് നീയൊക്കെ ഇപ്പോ പാവപ്പെട്ട ആളുകൾ നെഞ്ചത്ത് കയറും. കൊള്ളാം. കംപ്ലൈന്റ് പറയാനല്ലോ കംപ്ലൈന്റ് പറയണ്ടേ? അപ്പൊ അയാൾ മേലെ എങ്ങനെ? ചെരുപ്പ് ഈ ലിഫ്റ്റിന്റെ ഉള്ളിലാ കുടുങ്ങി. ഈ ലിഫ്റ്റിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങിയ ലിഫ്റ്റിന്റെ ഉള്ളിൽ അങ്ങനെ കുടുങ്ങാൻ പറ്റൂലല്ലോ. കാല് കുടുങ്ങൂലേ? നമ്മളതായ രീതി പറഞ്ഞേന്നുള്ളൂ. ഈ സാധനത്തിന്റെ ഉള്ളിലാണ് ആ ചെരുപ്പ് കുടുങ്ങി. ആ ചെരുപ്പ് കാണിക്ക്. ചെരുപ്പ് കണ്ടോ? അപ്പോൾ കാലാണ് കുടുങ്ങണുണ്ടല്ലോ. തീർച്ചയായിട്ടും കാല് കുടുങ്ങൂല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് മിഷൻ ഓഫ് ആവണ്ടേ? കാലതിന്റെ അകത്ത് കയറിയിരുന്നെങ്കിൽ ഈ നാറി ഈ രീതിയിലാണോ ആ നീല ഷർട്ടിട്ട ആള് പറയും? ഇതേ രീതിയിൽ പറയുണ്ടാവും. ഗുണ്ടകളെയാണല്ലോ ജോലി കിട്ടുന്നത്. ഹൈലൈറ്റ് മാള് നല്ല ഹൈലൈറ്റ് ആയിട്ടാ നിൽക്കട്ടെ. തെമ്മാടിത്തരം ചെയ്യുന്ന ആളുകളെ ഇങ്ങനെ കൊണ്ടേ നിർത്ത്. വീഡിയോ ഞാൻ കേറി വരുമ്പോഴേ എടുത്തിട്ടാ പോന്ന്. കേറി വരുമ്പോഴേ ഞാൻ വീഡിയോ എടുത്തിട്ടാ പോന്ന്. കേറി വരുമ്പോഴേ വീഡിയോ എടുത്തിട്ടാ പോന്ന്. കേറി വരുമ്പോഴേ വീഡിയോ എടുത്തിട്ടാ പോന്ന്. കേറി വരുമ്പോഴേ വീഡിയോ എടുത്തിട്ടാ പോന്ന്. ഞാൻ പബ്ലിക്കിൽ വീഡിയോ എടുക്കണ. ഞാൻ പൊരേ കയറി കല്ലെടുത്ത്. അല്ല, വീഡിയോ എടുത്തപ്പോ എന്താ പ്രശ്നം? അയാൾ ഒരു കാര്യം പറയാൻ അവിടെ വരുമ്പോ നിങ്ങളുടെ പ്രതികരണം കൊണ്ടാണ് ആള് വീഡിയോ എടുക്കുന്നത്. അതിന് അയാൾ വീഡിയോ എടുത്തു എന്ന്. നിങ്ങൾ പബ്ലിക് പ്ലേസിലാണ് നിൽക്കുന്നത്. പല ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ മാളിന്റെ അകത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ടല്ലോ, ആ ടോയ്ലറ്റ് പുറത്തുനിന്ന് ഒരാൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത്. ആ മാൾ ഉണ്ടാക്കുമ്പോൾ ആ സമയം മുതൽ അത് പബ്ലിക്കിന്റേതാണ്. പബ്ലിക് പ്ലേസ് തന്നെയാണ് അതിന്റെ അകത്ത്. അല്ലാതെ ബാത്റൂമിന്റെ അകത്ത് കയറിയിട്ടല്ലല്ലോ അയാൾ വീഡിയോ എടുത്തിട്ടുള്ളത്. ആ ഓഫീസിൽ കൃത്യമായി സെക്യൂരിറ്റി വിങ്ങിന്റെ അടുത്ത് വന്നിട്ടാണ് പറയുന്നത്. അതിനാണ് ആളെ ചോദ്യം ചെയ്യുന്നത്, ആളെ മർദ്ദിക്കുന്നത്, മൊബൈൽ ഫോൺ വാങ്ങി പൊളിച്ചടക്കുന്നത്. മൂപ്പരെ ഫോണൊന്നും കൊടുത്താളി. മൂപ്പരെ വൈഫൊക്കെ ഇവിടെ ഉണ്ട്. ആ ഫോൺ എടുത്തോണ്ടേക്കണല്ലോ. മോള് കണ്ടുകണ ഉള്ളിൽ കൊണ്ടേക്കണു. ഉള്ളിൽ കൊണ്ടേക്കണു. മോള് കൊണ്ടേക്കണു. മോളല്ല ഉള്ളിലല്ലേ? അത് ശരി. അപ്പൊ ഹൈലൈറ്റ് മാളത്തെ ആ മണ്ടനെ മോന്ത അടിച്ചിരിക്കന്നെ വേണം. അടിക്കന്നെ വേണം നാറിയെ. പറഞ്ഞു കേട്ടാ, കുട്ടിയുടെ മുന്നിൽ കുട്ടി കണ്ടു മൊബൈൽ ഫോൺ കക്കണത്, എടുത്ത് കൊണ്ടുവെക്കണത്. ആ ചങ്ങയുടെ വായന്ന് ചോര വരുന്നുണ്ടില്ലേ? അയാളെ ഇടിച്ച ആ കുട്ടിയുടെ അച്ഛനാ ചോദ്യം ചെയ്തിന് അടിച്ചതേ. പോയി കേസ് കൊടുത്താളേന്ന്. അടിപൊളിയാണല്ലോ. നിനക്ക് നാളെ 4 തല്ല് കിട്ടുമ്പോ നീ കേസ് കൊടുത്താൽ മതി. ഇത് കാണുന്ന വീഡിയോ ആണെന്ന് ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ നിനക്ക് 4 തരും. ഇത് ജനങ്ങളെ അറിയിക്കണം. അതിനെന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു ആളെ വിളിച്ചിരുന്നു. അവരിതിന് കൃത്യമായ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് കേട്ടോക്കാം. ആ ഒരു കുട്ടി അതിന്റെ ഉപ്പയും ഫാമിലി ഒരു ഹൈലൈറ്റ് മാളിൽ പോയപ്പോ എസ്കലേറ്ററിൽ ആ കുട്ടീന്റെ ചെരുപ്പ് കുടുങ്ങി. അതായത് ചെരുപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും തടസ്സം വന്നാൽ അപ്പൊ എസ്കലേറ്റർ സഡനായിട്ട് ഓഫ് ആവണം എന്നതാണ്. അതെ അതെ അതെ. പക്ഷെ അത് റൺ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ആ കുട്ടീന്റെ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഷൂവിന്റെ മുൻഭാഗം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അതേസമയത്ത് നമ്മൾ കാലാണ് കുടുങ്ങുന്നത് എന്നുണ്ടെങ്കിൽ കാലിന്റെ വിരൽ പോയി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്.
ഓക്കെ. അപ്പൊ അതില് പിന്നെ അതിന് കംപ്ലൈന്റ് പറയാൻ വേണ്ടിയിട്ട് കുട്ടീന്റെ ഉപ്പയും കുട്ടിയും കൂടി ചെന്നപ്പം അവര് കേൾക്കാനേ തയ്യാറാവുന്നില്ല. ഓക്കെ. അതിലൊരാളുടെ മുഖത്ത് ചോരയൊക്കെ വരുന്നുണ്ടല്ലോ, അതാരാ? എന്താ സംഭവം? അത് കുട്ടീന്റെ ഫാദറാണ്. അത് വെള്ള ടീഷർട്ട് ഇട്ട ആള് അല്ലേ? അതെ. അത് ഇവര് കംപ്ലൈന്റ് പറയാൻ ചെന്നപ്പോ അവര് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവരടിച്ചു. നല്ലോണം പരിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ അവര് ഫോൺ വാങ്ങി വെച്ച്, അതായത് ഹൈലൈറ്റ് മാളിലത്തെ അവര് ഫോൺ വാങ്ങി. പിന്നീട് എവിടെ പോയി പോക്കറ്റിൽ എടുത്തതാണെന്നാണ് പറയുന്നത്. പിന്നെ കുട്ടി കണ്ടിട്ടുണ്ട് അത് ഇവരെടുത്തിട്ടുള്ളത്. ആ അപ്പോ ആ അപ്പൊ പിന്നെ കുട്ടി അത് പറഞ്ഞപ്പം അവര് ആദ്യം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. പിന്നീട് സ്ക്രീനൊക്കെ പൊട്ടിച്ചിട്ടാണല്ലോ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അവര് കേസ് കൊടുത്തിട്ടുണ്ടല്ലേ? കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഓക്കെ. കുട്ടി കുറച്ചൊന്ന് ചെറുതായിട്ട് ഒരു ട്രോമയിലാണ്. കാരണം കുട്ടീന്റെ മുന്നിലിട്ടിട്ട് ഫാദറിനെ അത്രയും അടിച്ചിട്ട് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അവര്. പിന്നെ കുട്ടി മൈനറും ആണ് അല്ലേ? യെസ്, അതെ. ഓക്കെ. ശരി, താങ്ക് യു. ഞാൻ വീഡിയോ ചെയ്യാനൊക്കെ ഡീറ്റെയിൽസ് ഇല്ലാതെ അത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഇപ്പൊ എന്നോട് ഉണ്ടായാൽ കുടുങ്ങി പോകും, അതുകൊണ്ടാണ്. ഓക്കെ, ആയിക്കോട്ടെ. ശരി, താങ്ക് യു. ആ ഒരു ചെറിയ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ടാണ് പിതാവിനെ തല്ലിയിട്ടുള്ളത്. അയനൊക്കെ ചോര വന്നിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊബൈൽ ഫോൺ പിടിച്ചു വെക്കാനുള്ള റൈറ്റ് നിനക്ക് ആരാണ് നാറി മോനെ തന്നിട്ടുള്ളത്? നീല ഷർട്ട് ഇട്ട ആളെ എല്ലാവരും നോട്ട് ചെയ്യണേ. ഇങ്ങനെ വൃത്തികെട്ട സ്വഭാവമുള്ള ആളുകളൊക്കെ സെക്യൂരിറ്റി വിങ്ങിൽ നിർത്തി നിങ്ങളെ പറഞ്ഞാൽ മതി, കൊള്ളാം. അത് കൂടാതെ അതിനുള്ളിലുള്ള എല്ലാവരും അവർക്ക് എതിരെയാണ് സംസാരിച്ചത്. അങ്ങനെ എതിരെ സംസാരിച്ച ആളുകൾക്കൊക്കെ ഉള്ള പണി വരും. ഒരു പേടിയും പേടിക്കേണ്ട. മൈനർ ആയിട്ടുള്ള പെൺകുട്ടിയുടെ മുന്നിൽ അവരുടെ പിതാവിനെ മർദ്ദിച്ചതിനെയും തെറി വിളിച്ചതിനൊക്കെ ആയിട്ടുള്ള പണി, 8ന്റെ പണി കിട്ടുക തന്നെ വേണം. ഹൈലൈറ്റ് മാളിൽ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇനി ഹൈലൈറ്റ് മാൾ എന്നല്ല, ഏത് മാള്, ഇനി പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എവിടെയാണ് പ്രശ്നം കാണുന്നത് ചിത്രീകരിക്കുക. എന്താ പ്രശ്നം? നമ്മുടെ റൈറ്റ് ആണത്. ഇവർക്കുണ്ടായ ഈ ഒരു അനീതി അവർ ചോദ്യം ചെയ്യാൻ ചെല്ലുന്നത് നല്ലൊരു കാര്യമാണ്. അതിനെ നല്ല രീതിയിൽ പരിഹരിക്കേണ്ട. അയ്യോ ക്ഷമിക്കണം, തെറ്റുപറ്റി, മിഷൻ എന്തോ സെൻസർ പ്രോബ്ലം ഉണ്ട്, അത് ശരിയാക്കാം എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നത്തെ ബഹളം വെച്ച് അവരെ തല്ലാനൊക്കെ എന്ത് റൈറ്റാണ് എൻ്റെ പൊന്നു പൂ മക്കളെ നിങ്ങൾക്ക് ഉള്ളത് എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ റൈറ്റ് ആണ്, ആദ്യം തന്നെ പറയാം, മൗലിക അവകാശത്തിൽപ്പെട്ടത് തന്നെയാണ് ഇതൊക്കെ. നമ്മൾ ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നു. അപ്പോൾ ഉണ്ടാവുന്ന അനീതികൾ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ഇന്ത്യൻ പൗരനാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഈ അനീതി ചൂണ്ടിക്കാണിക്കുക, പരമാവധി ഷെയർ ചെയ്യുക തന്നെ വേണം. ജനങ്ങളെല്ലാവരും അറിയട്ടെ. പബ്ലിക്കിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ എവിഡൻസിന് വേണ്ടി ഒരു വീഡിയോ എടുത്തു വെക്കാനുള്ള ഒരു തെറ്റുമില്ല. ആ വീഡിയോ എടുത്തത് കൊണ്ടല്ലേ ഞങ്ങളിപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. ആ ചെറിയ പെൺകുട്ടിയുടെ കാലങ്ങ് മറ്റുപോയിരുന്നെങ്കിൽ നീയൊക്കെ എന്ത് ഡയലോഗാടാ പറയുക? ചെറിയ കുട്ടിയാ, എന്തോ ഭാഗ്യത്തിനാണ് അത്ര ഒന്നും സംഭവിക്കാഞ്ഞത്. എന്തായാലും കൊള്ളാം, പരമാവധി ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള ആളുകളുടെ മുഖം പുറം ലോകം കാണിക്കുക തന്നെ ചെയ്യണം. ഇവനൊക്കെ റോട്ടിലൊക്കെ വണ്ടി ഇടിച്ചോ പട്ടി കടിച്ചോ കിടന്നാൽ പോലും തിരിഞ്ഞു പോലും നോക്കാൻ നമ്മൾ തന്നെ തയ്യാറാവില്ല ഇനി. കാരണം ആ ഒരു വൃത്തികേടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു അനുഭവം വരണമെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് തല്ലണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ആ നീല ഷർട്ട് ഇട്ട ആൾക്ക് അങ്ങനെ ഉണ്ടാവല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മക്കളുടെ മുന്നിൽ നിന്നൊക്കെ വളരെ മോശമല്ലേ. എന്തായാലും പെൺകുട്ടി വളരെയധികം പേടിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ട്രോമയിലേക്ക് മാറി. കാരണം പിതാവിനെയാണ് തല്ലിയിട്ടുള്ളത്. അതോ ഒരു കാര്യം ചോദ്യം ചെയ്തതിനാണ്? വിരലൊക്കെ പോയിരുന്നെങ്കിലൊക്കെ ഈ നാറികൾ ഇത് പറയൂ. സെൻസർ കംപ്ലൈന്റ് ആണെങ്കിൽ അത് ഉടനെ നേരാക്ക് ഹൈലൈറ്റ് മാളിന്റെ മുതലാളിമാരെ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കരുത്, ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വിളിക്കുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരുവതற்கு സന്ദീപ് പാൾ സൈനിങ് ഓഫ്.